Hi students, so once again I welcome all of you on behalf of Riju and PSK online classes. Okay, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തിയത് തീർച്ചയായും നിങ്ങൾക്ക് അറിയാം. ഞാൻ രണ്ട് സ്ട്രക്ചേഴ്സ് തന്നിരുന്നു. ഓക്കെ, ഒന്ന് ഇവിടെയും ആയിട്ട്. അപ്പോൾ അതിൽ ഏതാണ് കറക്റ്റ് എന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് നിങ്ങളോട് പറഞ്ഞത്, isn't it? അപ്പോൾ കുറേ ആൾക്കാർ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ലെഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതുപോലെ കുറച്ച് ആൾക്കാർ റൈറ്റ് ആൻസറും വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം ഏതാണ് നമ്മുടെ ആൻസർ എന്ന്, isn't it? അപ്പോൾ അതിലേക്ക് പോകാം. അപ്പോൾ തീർച്ചയായും നമ്മൾ സംസാരിച്ചിരുന്ന ബോർസ് മോഡൽ എന്ന ആ ഡീറ്റെയിൽഡ് പാർട്ടാണ്. കുട്ടികളെ ഇവിടെ നിങ്ങൾ കൂടുതൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ തീർച്ചയായും ശ്രമിക്കണം. ബിക്കോസ് ഈ ചാപ്റ്ററിൻ്റെ കോർ പാർട്ടാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, isn't it? So hope that all of you are preparing very well, isn't it? Let us continue this rhythm. So let's go ahead with our concept where we stopped in last class. Yeah, this is the picture where we stopped in last class. Am I right? So see, I have two diagrams on board. ഇവിടുത്തെ ഈ ഒരു പിക്ചർ ഉണ്ട്, അതുപോലെ ആ പിക്ചർ ഉണ്ട്. ഇതിലേതാണ് കറക്റ്റ് എന്നാണ് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും നിങ്ങൾക്കറിയാം, ദൂരേക്ക് പോകുന്തോറും എന്ത് ചെയ്യുകയാണ്, അവർ തമ്മിൽ അകലം കൂടി വരികയാണ്. സോ ദിസ് ഈസ് ദ കറക്റ്റ് റെപ്രസെൻറ്റേഷൻ ഇൻ ടേംസ് ഓഫ് റേഡിയസ്. എന്നാൽ കുട്ടികളെ, ചിലപ്പോൾ നിങ്ങൾ ചില ബുക്കുകൾ നോക്കുമ്പോൾ നിങ്ങൾ കാണും ഇതേ കണക്ക് അറ്റത്ത് വരച്ചു വെച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ ഇതേപോലെ വരച്ചിട്ടുണ്ടാവും. ഏതാണ് കറക്റ്റ്? രണ്ടും ശരിയാണ്. ബട്ട് റേഡിയസിൻ്റെ ടേംസിൽ നമ്മൾ വരയ്ക്കുമ്പോൾ ദിസ് ഇസ് കറക്റ്റ്. ആൻഡ് ദിസ് ഡ്രോയിങ് ഈസ് ഇൻ ടേംസ് ഓഫ് എനർജി വിച്ച് വിൽ ഡിസ്കസ് ലേറ്റർ. ഓക്കെ, സോ റൈറ്റ് നൗ നമ്മൾ പഠിച്ചിട്ടുള്ള റേഡിയസ് ആണ്. റേഡിയസ് കൺസെപ്റ്റ് പ്രകാരം ദിസ് ഫിഗർ ഈസ് റോങ്. ഓക്കെ, ആൻഡ് ദിസ് ഇസ് റൈറ്റ്. ഓക്കെ, അപ്പോൾ ആരൊക്കെയാണോ ഇത് പ്രകാരം ചെയ്തത് അവർക്കൊക്കെ എൻ്റെ ഒരു ബിഗ് ക്ലാപ്പ്. ഓക്കെ, സോ നൗ ലെറ്റ്സ് ഗോ ഹെഡ് വിത്ത് നെക്സ്റ്റ് നമ്മൾ പഠിക്കേണ്ടത് ഇയാളുടെ ഒരു വെലോസിറ്റി എക്സ്പ്രഷൻ. ആൻഡ് അത് കഴിഞ്ഞിട്ട് നമുക്ക് എനർജിയെക്കുറിച്ചാണ് പറയേണ്ടത്. ആൻഡ് എനർജിയുമായി ബന്ധപ്പെട്ട് കുറേ പ്രോബ്ലംസ് ഉണ്ട്. തീർച്ചയായിട്ടും നമുക്ക് വെലോസിറ്റിയും അതുപോലെ എനർജിയിലേക്കും പോകാം. എനർജിയിൽ കുറച്ച് കൺസെപ്റ്റുകൾ നമ്മൾ പറയേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ വിത്ത് നെക്സ്റ്റ്. ഇറ്റ്സ് റിഗാർഡിങ് വെലോസിറ്റി. നോക്കൂ, നമ്മൾ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് ചോദിച്ചാൽ mvr ഈക്വൽസ് nh/2π. അപ്പം നമ്മൾ എഴുതിയത് mvr ഈക്വൽസ് nh/2π. ഈ ഇക്വേഷൻ നമ്മൾ നേരത്തെ എല്ലാവരും എഴുതി വെച്ചതാണ്. തീർച്ചയായും നമുക്ക് എല്ലാവർക്കും അറിയാം, isn't it? നോക്കൂ, അപ്പോൾ നമുക്ക് ഇവിടുന്ന് വെലോസിറ്റിൻ്റെ എക്സ്പ്രഷൻ കൊണ്ടുവരാം. വാട്ട് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ വെലോസിറ്റി? വെലോസിറ്റി ഈസ് ഈക്വൽ ടു, can you help me out? Velocity is equal to what I can write? nh divided by 2pi mr. So nh divided by 2pi mr. And now please listen all of you. നമ്മൾ നേരത്തെ ഇതിനകത്ത് ആറിന് ഒരു എക്സ്പ്രഷൻ കണ്ടിരുന്നു. ആറിൻ്റെ എക്സ്പ്രഷൻ നമ്മൾ കണ്ടിരുന്നു, isn't it? റിമെമ്പർ ദാറ്റ് ഇക്വേഷൻ. can you just tell me? അപ്പോൾ ആ ഇക്വേഷൻ ഞാൻ അപ്പുറത്തെ സൈഡിലേക്ക് എഴുതാം. എല്ലാവരും നോക്കൂ, നമ്മൾ നേരത്തെ ആറിൻ്റെ എക്സ്പ്രഷൻ പഠിച്ചു. r is equal to n square h square divided by 4 pi square m k z e square എന്നൊരു എക്സ്പ്രഷൻ നമ്മളെല്ലാവരും നേരത്തെ എഴുതിയിരുന്നു, isn't it? അപ്പം നമുക്ക് ആ ഇക്വേഷൻ എടുത്ത് ഇങ്ങോട്ടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, സോ ദാറ്റ്സ് വാട്ട് വി ആർ ഡൂയിങ്. അപ്പം നമ്മൾ അയാളെ ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എല്ലാവരും നോക്കുക, വി ഹാവ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു, we have nh divided by what we have 2pi m. ഇനി നമ്മൾ ആറിൻ്റെ ആ വാല്യൂ കൊണ്ടുവന്ന് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അതാണ് നമ്മൾ ചെയ്യുന്ന ജോലി. അപ്പോൾ എല്ലാവരും നോക്കുക, you will be getting into n square h square into n square h square into here we'll have 4 pi square m k z e square. നോക്കൂ, നമ്മുടെ കെ ഇവിടെ എഴുതിയില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, ബട്ട് ലെറ്റ് ഇറ്റ് ബി ദെയർ. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു കെ എന്ന് പറയുന്നത് യൂണിറ്റിനെ ആണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. കെ മാറുന്നതനുസരിച്ച് യൂണിറ്റ് മാറും. നൗ ലിസൺ. അപ്പം നമുക്കിവിടെ കുറച്ച് ആൾക്കാരെ കട്ട് ചെയ്ത് കളയാം. സോ ആരൊക്കെയാണ് കളയുക? സോ ഡെഫിനറ്റ്ലി ഇവിടുത്തെ n square h square ടേം ക്യാൻസൽ. ഓക്കെ, similarly here 2, here 4 cancelled. Right now here it is 2. And next pi here cancelled, e square cancelled.
Similarly, m cancelled, ഇവിടെയും cancelled. Okay, and the remaining things we need to write together. അപ്പോൾ നമുക്ക് എഴുതാം ബാക്കിയുള്ള ടൈം വെച്ച് velocity is equal to, what I can write, 2 pi m is not there, 2 pi k z e square divided by nh. Divided by nh. 2 pi k z e square divided by nh. നോക്കൂ, ഇതിലും നമ്മുടെ വേരിയബിൾസ് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ യു ക്യാൻ സീ ദാറ്റ് z ആൻഡ് n ആർ വേരിയബിൾ. ബാക്കിയുള്ളെല്ലാം എന്ത് തന്നെയാണ്? കോൺസ്റ്റന്റ് ആണ്. സോ വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് വാല്യൂസ്. ദെൻ വി വിൽ ബി ഗെറ്റിംഗ് വെലോസിറ്റി ഓഫ് ആൻ ഇലക്ട്രോൺ ഇൻ nth ഓർബിറ്റ്. nth ഓർബിറ്റിലുള്ള ഒരു ഇലക്ട്രോണിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് വി ക്യാൻ കാൽക്കുലേറ്റ് ബൈ സപ്ലൈയിങ് ദിസ് വാല്യൂസ്. വിൽ ബി ഗെറ്റിംഗ് ലൈക്ക് ദിസ് 2.18, some textbook 19 into 10 raised to 8 centimeter per second. But prior to centimeter per second, we need to write z by n centimeter per second. Okay, all of you. So this is the equation to find the velocity of an electron present in nth orbit. So we can write it again, or velocity of an electron present in nth orbit, it's equals 2.18 into 10 raised to 6 z by n, isn't it, meter per second. So you can write in both the way, isn't it? So this is the expression to find velocity of an electron present in nth orbit. Okay, അപ്പോൾ ഒന്നുകൂടെ ശ്രദ്ധിക്കുക എല്ലാവരും. നോക്കൂ, നമുക്കറിയാം ഫ്രം ബോർസ് കൺസെപ്റ്റ്, isn't it? From Bohr concept we have got mvr equals nh by 2 pi. എന്താണ് mvr? എല്ലാവരും ഓർക്കുന്നുണ്ടോ? Angular momentum of an electron present in an orbit is quantized and it is given as mvr equals nh by 2 pi. So we have got the expression for velocity nh by 2 pi mr, and here we know we already calculated r value. Let's substitute the r value from there. നോക്കൂ, ഇവിടുന്ന് r value നമ്മൾ ഇങ്ങോട്ടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. So we have substituted and we have got the final equation, isn't it? In this only two variables are there. That variables we kept as such, and then we substitute the values of other things. Then we got the equation Vn equals 2.18 into 10 raised to 8 centimeter per second, and we have got finally meter per second. Okay, all of you, isn't it? And now let's practice only one problem based on this. Then we'll go to. But നോക്കൂ, നമ്മുടെ ക്വസ്റ്റ്യൻ ബോർഡിലുണ്ട്. Calculate velocity of an electron present in third orbit of lithium 2+. ആദ്യം നിങ്ങൾ തന്നെ സോൾവ് ചെയ്യൂ. കാരണം നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ബോർഡിൽ ഓൾറെഡി വെലോസിറ്റീൻ്റെ എക്സ്പ്രഷൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളിവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാം, ദിസ് ദ ഇക്വേഷൻ വാട്ട് വി ഹാവ്, അല്ലേ? അപ്പോൾ ഈ ഇക്വേഷനാണ് നമ്മുടെ മനസ്സിലേക്ക് വേണ്ടത്. ഇവിടെ 2.18 into 10 raised to 6 z by n meter per second. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കുള്ളത് ലിഥിയം 2+, അയാളുടെ തേർഡ് ഓർബിറ്റ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ തന്നെ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഐ എം വെയിറ്റിംഗ് ഫോർ യുവർ ആൻസർ. ഓക്കെ, ടൈം അപ്പ്. Now see to that what's answer. Our equation, don't forget our equation. So equation is here on the board. See, I am writing that on the next board. We have a velocity of an electron. So we have velocity of an electron present in nth orbit is equal to 2.18 into 10 raised to 6. See, normally they have not mentioned anything about the unit, so we can solve this either in terms of centimeter per second അല്ലെങ്കിൽ എന്ത് ചെയ്യാം, മീറ്റർ പെർ സെക്കൻഡിൽ സോൾവ് ചെയ്യാം. പക്ഷേ സാധാരണത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഓക്കെ, നമ്മൾ ഇതിൽ തന്നെ എക്സ്പ്രസ് ചെയ്യുന്നത് മീറ്റർ പെർ സെക്കൻഡിൽ തന്നെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ into what comes next, z by n. Here we know we are talking about lithium 2+. Lithium, what is the atomic number of lithium? Definitely you know that z is equal to 3. അല്ലേ? ലിഥിയം ആയിക്കോട്ടെ, ലിഥിയം +1 ആയിക്കോട്ടെ, ലിഥിയം 2+ ആയിക്കോട്ടെ, അറ്റോമിക് നമ്പറിൽ യാതൊരു മാറ്റവും വരില്ല. അറ്റോമിക് നമ്പർ എന്ത് തന്നെയാണ്? 3 തന്നെയാണ്. സോ ഐ ഹാവ് റിട്ടൺ z is equal to 3. ഇനി
ഏത് ഷെല്ലിനെ കുറിച്ചാണ് അവർ പറയുന്നത്? സി ദേ ആർ ടോക്കിംഗ് അബൌട്ട് തേർഡ് ഓർബിറ്റ്. സോ വി ഹാവ് ഗോട്ട് വാട്ട് ഈസ് ദ എൻ വാല്യൂ. അപ്പോൾ അതും ഞാൻ എഴുതാം, n is equal to 3. അപ്പോൾ നമുക്ക് കാൽക്കുലേഷൻ വളരെ എളുപ്പമായി. കാരണം ഇവിടെ z-ന്റെ വാല്യൂവും n-ന്റെ വാല്യൂവും സെയിം തന്നെയാണ്. Isn't it? So what will be your answer there? 2.18 into 10 raised to 6 into what comes there? 3/3. So you can see that you get the value 2.18 into 10 raised to 6 meter per second. Isn't it? Hope that all of you got the same answer. Okay, all of you? So now see, we discussed about radius of Bohr's radius, and we have calculated velocity of electron present in one orbit. Now we need to see about the most important energy of an electron present in one orbit. That's the next concept we need to talk. അപ്പോൾ നമുക്കിനി കാണേണ്ടത് ഇവരുടെ എനർജിയെ, അതായത് നമ്മുടെ ഇലക്ട്രോണിനെ റൊട്ടേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഈ റൊട്ടേറ്റ് ചെയ്യുന്ന ഇലക്ട്രോണിന് ഇവിടെ നമുക്കറിയുള്ള 2 ടൈപ്പ് എനർജിയാണ്. ഒന്ന്, ഈ ഇലക്ട്രോൺ മൂവ്മെൻറ്റിലായതുകൊണ്ടുള്ള കൈനറ്റിക് എനർജി, പിന്നെ അതിൻ്റെ പൊസിഷൻ കൊണ്ട് അതിന് കിട്ടുന്ന പൊട്ടൻഷ്യൽ എനർജി. ഈ 2 എനർജിയും കൂടെ എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയും കൂടെ ചേർന്നിട്ടാണ് നമുക്ക് എന്തുള്ളത്, ഈ ടോട്ടൽ എനർജി എന്ന് പറയുന്നത്. Okay, so I can write the first point here. What is the total energy? So ശ്രദ്ധിക്കുക, total energy is equal to potential energy plus what comes next, kinetic energy. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, പൊട്ടൻഷ്യൽ എനർജിയിൽ ഫിസിക്സിൽ നിന്ന് ഒരു വാല്യൂ ഉണ്ട്, ആ വാല്യൂ ഇങ്ങോട്ട് കൊണ്ടുവന്ന് വയ്ക്കാം. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫിസിക്സിൽ നിന്ന് കടമെടുത്ത് കൊണ്ടുവരികയാണ്. സോ ഇങ്ങനെയുള്ള 2 ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഇരിക്കുമ്പോൾ അവിടെയുള്ള പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു, സോ ഐ ക്യാൻ റൈറ്റ് ദെയർ ഇറ്റ്സ് -ZE² ഡിവൈഡഡ് ബൈ R. ഓക്കെ, ഇനി ഇങ്ങനെ എഴുതാം. ഇനി ഇതല്ലെങ്കിൽ ഇതിനകത്ത് കെയും കൂടെ ഉൾപ്പെടുത്തി എഴുതാം. സോ ലെറ്റ് us റൈറ്റ് വിത്ത് കെ, കാരണം നമ്മൾ ബാക്കി നേരത്തെ ചെയ്തപ്പോൾ എല്ലാം അവിടെ കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ അവിടെ കെനെയും കൂടെ ഉൾപ്പെടുത്തി എഴുതുകയാണ്. So we have got k ZE² by R. Okay, all of you? Now, what is the value of kinetic energy? നോക്കൂ, ഈ വാല്യൂ ഓഫ് കൈനറ്റിക് എനർജി പറയാൻ വേണ്ടി നമ്മൾ നേരത്തെ ഇവിടെ ഒരു ന്യൂക്ലിയസ് ഉണ്ട്, ഇവിടെ ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ അവിടെ 2 ഫോഴ്സ് ആണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഇയാളുടെ എന്താണ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. 2 സെൻട്രിപെറ്റൽ ഫോഴ്സ്. അപ്പോൾ അത് വെച്ച് നമ്മൾ റേഡിയസ് ഡിറൈവ് ചെയ്തപ്പോൾ അവിടെ ഒരു ഇക്വലൻസ് എഴുതിയിട്ടുണ്ട്. ആ ഇക്വലൻസ് ഞാൻ എഴുതുകയാണ്. ഓൾ ഓഫ് യു പ്ലീസ് സീ ടു ദാറ്റ്. വി ഹാവ് റിട്ടൺ mv² ഡിവൈഡഡ് ബൈ R means centripetal force. This is equal to electrostatic force of attraction. We have written there. So we can write k into ZE² divided by R². കുട്ടികളെല്ലാവരും ശ്രദ്ധിക്കുക, നമ്മൾ ഉദ്ദേശം ഇവിടെ കൈനറ്റിക് എനർജിക്ക് ഒരു എക്സ്പ്രഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ്. സോ വാട്ട് വി ഡു ദെയർ, നോക്കൂ എല്ലാവരും, നമുക്ക് ഇവിടെ 2 ആൾക്കാരെ കട്ട് ചെയ്യാം. ഈ R²ഉം ഈ ആറും ഈ R²ൻ്റെ അതും പോയി. Isn't it? അപ്പോൾ നമുക്ക് എഴുതാം, we can write here mv² is equal to k into ZE² divided by R. ഇത് കിട്ടി. നോക്കൂ, ഇത് mv² ആണ്, പക്ഷെ നമുക്ക് വേണ്ടത് mv² അല്ല, കൈനറ്റിക് എനർജിയാണ്. നോക്കൂ, നിങ്ങൾ എല്ലാവരും യു മൈറ്റ് ഹാവ് സ്റ്റഡി ഇൻ ലോവർ ക്ലാസ് വാട്ട് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ കൈനറ്റിക് എനർജി. ഡെഫിനറ്റ്ലി യു ആർ അവെയർ അബൌട്ട് ദാറ്റ്, isn't it? അപ്പോൾ ആ ഇക്വേഷൻ നമ്മൾ എഴുതുന്നു, വാട്ട് ഈസ് കൈനറ്റിക് എനർജി? കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് mv². സോ കൈനറ്റിക് എനർജി ഈക്വൽസ് ഹാഫ് mv². അപ്പോൾ ഈ വാല്യൂവിനെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അങ്ങനെയാണ് നമുക്ക് എഴുതാം, വിച്ച് ഈസ് ഈക്വൽ ടു k into ZE² divided by 2R. So we wrote it, isn't it? അപ്പോൾ ഈ 2 വാല്യൂസ് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. സി യു ക്യാൻ സീ ദാറ്റ് ഫസ്റ്റ് വാല്യൂ നമ്മൾ കണ്ടു, പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു -k ZE² by R, ആൻഡ് വി ഹവ് സീൻ നെക്സ്റ്റ് കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു k ZE² by 2R. ഒരു ചെറിയ ഡിഫറൻസ് കൂടെ നമുക്കിവിടെ നോട്ട് ചെയ്യാം. എന്താണ് ഡിഫറൻസ് എന്ന് ചോദിച്ചാൽ, ഇതിനും മൈനസ് ഉണ്ട്, എന്നാൽ ഇവിടെ എന്തില്ല, മൈനസ് ഇല്ല. കുട്ടികളെ, കൈനറ്റിക് എനർജി ഒരിക്കലും നെഗറ്റീവ് ആവില്ല, isn't it? പിന്നെ എന്തുകൊണ്ട് ഈ പൊട്ടൻഷ്യൽ എനർജി നെഗറ്റീവായി എന്നതിനെക്കുറിച്ച് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എനിവേ, നമുക്ക് കണ്ടത് ടോട്ടൽ എനർജിയാണ്.
You know what is the equation to find total energy? Total energy equals potential energy plus kinetic energy. അപ്പോൾ നമുക്ക് ഇവിടെ പൊട്ടൻഷ്യൽ എനർജി കിട്ടിയിട്ടുണ്ട്, കൈനറ്റിക് എനർജിയും കിട്ടിയിട്ടുണ്ട്. രണ്ടും കൂടെ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അവിടെ കൊണ്ടുവന്ന് വയ്ക്കാം. സോ വി ഹാവ് total energy is equal to what comes there, potential energy plus kinetic energy. അപ്പോൾ ഈ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് എന്താണ്, പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി അല്ലേ, isn't it? അങ്ങനെയാണെങ്കിൽ ഈ വാല്യൂ നമുക്ക് അവിടെ കൊടുക്കാമല്ലോ കുട്ടികളെ. ഓക്കെ, നമുക്ക് ആ വാല്യൂസ് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ വി ഗെറ്റിംഗ് മൈനസ് കെ ഇൻറ്റു സെഡ് ഇ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ പ്ലസ് അഗെയിൻ കെ ഇസഡ് ഇ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2r. ഇത് രണ്ടും കൂടെ നമ്മളോട് കൂട്ടി. അപ്പോൾ നമുക്ക് കിട്ടുന്നു ഫൈനൽ വാല്യൂ, വാട്ട് യു ഗെറ്റ് ദിയർ, മൈനസ് കെ ഇസഡ് ഇ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2r. ഓക്കെ, സോ നമുക്കിവിടുന്ന് 3 എനർജികളാണ് കിട്ടിയത്. ഒന്ന് ടോട്ടൽ എനർജി, നെക്സ്റ്റ് പൊട്ടൻഷ്യൽ എനർജി, നെക്സ്റ്റ് കൈനറ്റിക് എനർജി. കുട്ടികളെ ഇത് വെച്ച് തന്നെ അവരെന്ത് ചെയ്യാം, ചോദ്യം ചോദിക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഈ വാല്യൂസിനൊന്ന് കമ്പയർ ചെയ്യാം, എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ആ ഒരു ചെറിയ ടൈപ്പ് പ്രോബ്ലം പറയാം. നോക്കൂ എങ്ങനെയാണെന്ന്. സി, നമുക്ക് കിട്ടിയത് 3 എനർജി ടേംസ് ആണ്. ആദ്യത്തത് ടോട്ടൽ എനർജി, രണ്ടാമത്തത് വി ഹവ് പൊട്ടൻഷ്യൽ എനർജി, മൂന്നാമത്തത് വി ഹവ് കൈനറ്റിക് എനർജി. ഓക്കെ അല്ലഫ്യോ? സോ ഈ 3 എനർജീസ് ആണ് നമുക്കിവിടെ ഉള്ളത്. ഓരോരുത്തരുടെയും വാല്യൂ നമുക്ക് എടുക്കാം. ഓക്കെ, തൽക്കാലം ഞാൻ അവിടെ കെ എഴുതുന്നില്ല. നോക്കൂ, കെ എഴുതാതെ കെ ഒഴിവാക്കി ഞാൻ എഴുതുന്നു. ഓൾ ഓഫ് യു പ്ലീസ് ലിസൺ. ടോട്ടൽ എനർജി, വാട്ട് ഈസ് ടോട്ടൽ എനർജി? യു ക്യാൻ സീ ദാറ്റ് മൈനസ് ഇസഡ് ഇ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2r. സോ ടോട്ടൽ എനർജി മൈനസ് ഇസഡ് ഇ സ്ക്വയർ ബൈ 2r. ആൻഡ് വാട്ട് ഈസ് പൊട്ടൻഷ്യൽ എനർജി? എന്താ പൊട്ടൻഷ്യൽ എനർജി? Zd square by r. So I can write there minus Zd square by r. Now what is kinetic energy? Kinetic energy Zd square by 2r. Adum njan ezhudunnu. So all of you see to that Zd square by 2r. കുട്ടികളെ, നിങ്ങൾ ഈ 3 വാല്യൂസിനെ ഒന്ന് കമ്പയർ ചെയ്യുക. നിങ്ങൾ ഈ 3 വാല്യൂസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇയാളുടെ വാല്യൂവും നോക്കൂ, ടോട്ടൽ എനർജിയും കൈനറ്റിക് എനർജിയും നിങ്ങൾ നോക്കുകയാണെങ്കിൽ രണ്ടും തമ്മിലുള്ള വ്യത്യാസം, രണ്ടുപേരുടെയും സൈൻ മാറ്റം ഉണ്ടെന്നേ ഉള്ളൂ, isn't it? സോ രണ്ടാൾക്കാരുടെയും സൈൻ മാറ്റമുണ്ട്. ഓക്കെ, ലെറ്റ് മീ ഗോ ടു ദ നെക്സ്റ്റ് ബോർഡ്. അടുത്ത ബോർഡിൽ ഞാൻ എഴുതാം. നോക്കൂ, നമ്മൾ 3 എനർജീസ് ആണ് നമ്മളിവിടെ പറഞ്ഞത്. ആദ്യത്തെ എനർജി നമുക്കറിയാം, വി ഹവ് ടോട്ടൽ എനർജി, ആൻഡ് നെക്സ്റ്റ് വി ഹവ് പൊട്ടൻഷ്യൽ എനർജി, ആൻഡ് വാട്ട് ഈസ് നെക്സ്റ്റ് എനർജി? കൈനറ്റിക് എനർജി. കുട്ടികളെ, ഓരോന്നിൻ്റെ വാല്യൂസും ഞാൻ കെ ഒഴിവാക്കിയിട്ടാണ് എഴുതിയത്. അപ്പോൾ ടോട്ടൽ എനർജിൻ്റെ വാല്യൂ എത്രയാ? ഐ ക്യാൻ റൈറ്റ് ദെയർ മൈനസ് ഇസഡ് ഇ സ്ക്വയർ ബൈ 2r അല്ലേ. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് പൊട്ടൻഷ്യൽ എനർജി? പൊട്ടൻഷ്യൽ എനർജി ഐ ക്യാൻ റൈറ്റ് മൈനസ് ഇസഡ് ഇ സ്ക്വയർ ബൈ r. Similarly, what is the value of kinetic energy? I can write Zd E square by 2r. Isn't it? അപ്പോൾ ഈ 3 വാല്യൂസും നമുക്ക് കിട്ടി. അപ്പോൾ ഈ 3 വാല്യൂസും നമ്മൾ നോക്കുമ്പോൾ അവർ തമ്മിൽ എന്തോ ഒരു ചെറിയ ബന്ധമുണ്ട്. നോക്കാം നമുക്ക്. ഈ 2 വാല്യൂസ് നിങ്ങൾ നോക്കുക. സി, വെൻ എവർ യു ആർ കമ്പയറിങ് ദീസ് 2 വാല്യൂ, ടോട്ടൽ എനർജിയും കൈനറ്റിക് എനർജിയും കൂടെ കമ്പയർ ചെയ്യുക. രണ്ടിൻ്റെ വാല്യൂ ഒന്ന് തന്നെയാണ്. ആകെ ഒരു വ്യത്യാസം, ടോട്ടൽ എനർജിയും കൈനറ്റിക് എനർജിയും ഓപ്പോസിറ്റ് റിലേഷനാണ്. അപ്പോൾ ഇഫ് ഇയാൾ മൈനസ് എക്സ് ആണെങ്കിൽ, സോറി, so here minus 6 ആണെങ്കിൽ, if it is minus x, compulsory you can say that kinetic energy is x, isn't it? അപ്പോൾ ഈ ടോട്ടൽ എനർജിൻ്റെ വാല്യൂ മൈനസ് 250 ജൂൾ. അങ്ങനെയാണെങ്കിൽ കൈനറ്റിക് എനർജി എന്തായിരിക്കും? പ്ലസ് 250 ജൂൾ, isn't it? കൈനറ്റിക് എനർജി 100 ജൂൾ, ടോട്ടൽ എനർജി വിൽ ബി മൈനസ് 100 ജൂൾ. ഇത്തരത്തിലുള്ള കാൽക്കുലേഷനും എന്ത് ചെയ്യാം, ചിലപ്പോൾ ചോദിക്കാം. ഇനി ഇയാൾ എക്സ് ആണെങ്കിൽ വാട്ട് വിൽ ബി ദ റിലേഷൻ ഹിയർ? നോക്കൂ, ഇവിടെ മൈനസ്, ഇതും മൈനസ് തന്നെയാണ്, isn't it? So you can see that here it will be minus 2x. Here it will be minus 2x. Okay? അപ്പോൾ ഇത് നമ്മുടെ മനസ്സിൽ കീപ്പ് ചെയ്യണം.
അതോടൊപ്പം തന്നെ ഞാൻ ഇനി പറയാൻ പോകുന്ന 3 ഇക്വേഷനും കൂടെ നിങ്ങളുടെ മനസ്സിൽ കീപ്പ് ചെയ്യുക. നോക്കൂ, ആദ്യം what is the relation between total energy and kinetic energy? What we can write, total energy is equal to minus of kinetic energy. So what is the first relation? Total energy equals minus of kinetic energy. Now what is the relation between total energy and potential energy? ടോട്ടൽ എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും തമ്മിലുള്ള ബന്ധം എന്താ? നോക്കിക്കോളൂ, ഇയാൾ -x ആണെങ്കിൽ ഇയാൾ -2x, isn't it? So you can write there potential energy is equal to 2 times of total energy. Potential energy equals 2 times of total energy. Next, what is the relation between these two? ആരാ? പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയും തമ്മിലുള്ള ബന്ധം അതും ഇതേപോലെ തന്നെയാണ്. ബട്ട് വാട്ട് യു നീഡ് റൈറ്റ് ദെയർ, പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു -2 ടൈംസ് ഓഫ് കൈനറ്റിക് എനർജി. ഓക്കെ ഓൾ ഓഫ് യു? സോ ഈ 3 ഇക്വേഷനും നമ്മൾ എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. എപ്പാർട്ട് ഫ്രം ദ ഫസ്റ്റ്, ആദ്യത്തെ ഞാൻ 3 പറഞ്ഞതാണ്. ഓക്കെ, കാരണം ഇവർ ചോദ്യം ചോദിക്കുന്നതായിരിക്കും, ചിലപ്പോൾ അവർ ആ റിലേഷൻസ് നമുക്ക് തരും. അപ്പോൾ ആ റിലേഷൻ നമ്മൾ എന്ത് ചെയ്യണം, ഈ വാല്യൂസ്, ഇപ്പോൾ ഉദാഹരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞു, കൈനറ്റിക് എനർജി 100 ജൂൾ ആണെങ്കിൽ എന്തായിരിക്കും പൊട്ടൻഷ്യൽ എനർജി? പൊട്ടൻഷ്യൽ എനർജി വിൽ ബി എത്ര വരും? 2 ടൈംസ് ഓഫ് ദാറ്റ്. സിമിലർലി വാട്ട് ഈസ് ടോട്ടൽ എനർജി? അപ്പോൾ ആ രീതിയിൽ നമ്മൾ അയാളുടെ സൈനയും കൂടെ ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ ലവ് യു? അപ്പം നമ്മൾ ഇപ്പോഴും എനർജീൻ്റെ ടേംസിലേക്ക് എത്തിയിട്ടില്ല. നമ്മൾ എനർജീൻ്റെ ആ ഒരു ഇൻട്രൊഡക്ടറി പാർട്ടിലെത്തിയതേ ഉള്ളൂ. നമുക്ക് വേണ്ടത് ടോട്ടൽ എനർജിയാണ്. See, what is the expression for total energy? This is what we require. ഇതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്, isn't it? ഇവിടുന്നാണ് നമ്മൾ ഇനി നമ്മളുടെ എനർജീൻ്റെ ഇക്വേഷൻ ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഐ ആം റൈറ്റിംഗ് നെക്സ്റ്റ് വാട്ട് ഈസ് ടോട്ടൽ എനർജി. എന്താണ് ടോട്ടൽ എനർജി? You know, I can write here total energy is equal to what comes there? Tell me. Minus ZE square divided by 2R. ഡിവൈഡഡ് ബൈ 2R. ഇതിൽ നിങ്ങൾക്ക് ഒരാളെ മാത്രം അറിയാം, ഒരാളുടെ വാല്യൂ, ആറിൻ്റെ വാല്യൂ നമ്മൾ നേരത്തെ കണ്ടുവച്ചിട്ടുണ്ട്. ആ ആറിൻ്റെ വാല്യൂ ആണ് നമ്മൾ ഇങ്ങോട്ടേക്ക് എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. യു നോ യു സ്റ്റഡിഡ് earlier. I can write here R is equal to n square h square, isn't it? Divided by what comes of 4 pi square m k z e square. നോക്കൂ, നമ്മുടെ ഈ ഇക്വേഷനിൽ കെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെയും കെ കൊടുത്തുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ, isn't it? അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഈ ആറിൻ്റെ വാല്യൂ എവിടെ കൊടുക്കണം? ഈ ടോട്ടൽ എനർജിയിൽ കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ അവിടുന്ന് നമുക്ക് ടോട്ടൽ എനർജി ഒരു എക്സ്പ്രഷൻ കൊണ്ടുവരാം. അപ്പോൾ നമ്മുടെ അടുത്ത ഉദ്ദേശം ആ ഇക്വേഷൻ കണ്ടുപിടിക്കുക എന്നതാണ്. സോ വി നീഡ് ടു നമ്മൾ എന്ത് ചെയ്യണം, ഈ ഇക്വേഷനെ ആറിനെ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, isn't it? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് ഫൈനൽ ഇക്വേഷനിലേക്ക്. പക്ഷേ ഒരു കാര്യം ഓർക്കുക, ഇവിടെ ഞാൻ നേരത്തെ കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ബോർഡിൽ എത്തിയപ്പോൾ തൽക്കാലം ഞാൻ ആ കെനെ മാറ്റി വെച്ചെന്നേ ഉള്ളൂ, isn't it? അപ്പോൾ അവിടെ കെ ഉണ്ട്. ഇറ്റ് ഈസ് അണ്ടർസ്റ്റുഡ്. ഇവിടെയും ആരുണ്ടെന്നുള്ളത്, കെ ഉണ്ടെന്നുള്ളത്. സോ ഐ ക്യാൻ റൈറ്റ് ദാറ്റ് കെ ഓൾസോ ദെയർ. നോക്കൂ, അപ്പോൾ നിങ്ങൾ ചോദിക്കരുത്, സാർ അവിടെ ഞാൻ കെ എഴുതി ഇവിടെ കെ ഇല്ലെന്ന്. കെ എല്ലായിടവും ഉണ്ട്. ഓക്കെ, ഈവൻ ഇഫ് ഐ ക്യാൻ റൈറ്റ് ഹിയർ, ഇവിടെ കെ എഴുതിയെന്ന് വിചാരിച്ചിട്ട് അതിനകത്ത് യാതൊരു തെറ്റുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, കെ ഡിസൈഡ്സ് ഓൺലി ദ യൂണിറ്റ്. വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എല്ലായിടവും കെ എഴുതി വയ്ക്കാം. പക്ഷെ അതുകൊണ്ട് കാര്യമായിട്ട് നമുക്കില്ല. കാരണം NCERT-യിലൊക്കെ ആ കെ നമ്മൾ ചില ബുക്കുകൾ നോക്കുമ്പോൾ അതിൽ കെ ഒഴിവാക്കിയിട്ടും അവരെന്ത് ചെയ്യുന്നുണ്ട്, ഈ വാല്യൂസ് അവിടെ വെക്കുന്നുണ്ട്, isn't it? അപ്പം നമുക്ക് കിട്ടിയത് എന്താണ്? ടോട്ടൽ എനർജീൻ്റെ എക്സ്പ്രഷൻ എന്താണ്? ഇതിലേക്ക് നമ്മൾ ആരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്? ആറിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. നോക്കൂ കുട്ടികളെ, വി ആർ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദെയർ. ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു, വി ക്യാൻ റൈറ്റ് minus k into z into e square divided by, we have 2 into r. അപ്പം നമ്മളിനി ആറിൻ്റെ വാല്യൂ കൊടുക്കേണ്ടത്, ആറിൻ്റെ വാല്യൂ നോക്കൂ, ആറിൻ്റെ വാല്യൂ n സ്ക്വയർ h സ്ക്വയർ into 4 pi സ്ക്വയർ m k z e സ്ക്വയർ. ഇതെല്ലാം കൂടെ നമ്മൾ എന്ത് ചെയ്യുക, സെഗ്രിഗേറ്റ് ചെയ്തിട്ട് നമ്മൾ ഫൈനൽ ആൻസറിലേക്ക് വരണം. നോക്കൂ, ഇവിടെ ആകെ കട്ട് ചെയ്ത് പോകുന്നത് ആരാന്ന് ചോദിച്ചാൽ തീർച്ചയായും നിങ്ങൾക്ക് അറിയാം, ഇവിടുത്തെ 2ഉം ഇവിടുത്തെ 4ഉം കൂടെ കട്ട് ചെയ്യും, ഇവിടെ 2 വരും അല്ലേ?
അപ്പോൾ അങ്ങനെ വന്നാൽ നമുക്ക് എഴുതാം ടോട്ടൽ എനർജിൻ്റെ എക്സ്പ്രഷൻ. എന്താ കുട്ടികളെ ടോട്ടൽ എനർജിൻ്റെ എക്സ്പ്രഷൻ? സീ ടു ദാറ്റ്. ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു, ഓക്കെ നോക്കൂ, കെ അവിടെ കെ സ്ക്വയർ ആണ്. സോ ഐ ക്യാൻ റൈറ്റ് 2 pi square, isn't it? 2 pi square. Then we have m k square, z also z square e raised to 4 divided by what you got n square h square. ഇതാണ് നമുക്ക് കിട്ടിയ എനർജിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. സോ പ്ലീസ് റിമെമ്പർ ദിസ് ഈസ് ദ ഇക്വേഷൻ ടു ഫൈൻഡ് ഔട്ട് എനർജി. ഇതിലും നമുക്ക് രണ്ട് വേരിയബിൾസ് ഉള്ളത്. ആരൊക്കെയാണ്? ഒന്ന് സെഡും ഒന്ന് എന്നും. ഈ രണ്ട് വേരിയബിൾ ഒഴികെ ബാക്കിയുള്ള എല്ലാ കോൺസ്റ്റന്റ് നമ്മൾ എന്ത് ചെയ്യുക? വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ ഓൾ ഓഫ് യു. അങ്ങനെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ യു വിൽ ബി ഗെറ്റിംഗ് വാട്ട് അബൌട്ട് ദി ഡിഫറെൻറ്റ് വാല്യൂസ് ഓഫ് ദിസ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമുക്ക് പറയേണ്ടത്. നോക്കൂ, നമുക്ക് അൾട്ടിമേറ്റ്ലി കിട്ടിയ ടോട്ടൽ എനർജിൻ്റെ എക്സ്പ്രഷൻ ഇതാണ്. ഇനി നമുക്ക് ഇതിലെ കോൺസ്റ്റൻസിന് വാല്യൂ കൊടുത്തിട്ട് നമുക്ക് ആവശ്യമായ രീതിയിലേക്ക് ഇതിനെ കൊണ്ടുവരണം. നോക്കൂ, അപ്പോൾ നമ്മൾ പറഞ്ഞത് സോ എനർജീൻ്റെ ഒരു എക്സ്പ്രഷൻ അതാണ് നമ്മളിവിടെ ഡെറൈവ് ചെയ്ത് കൊണ്ടുവന്നത്. ഇനി ഇവിടെ ഉള്ള കോൺസ്റ്റൻസ് നമ്മൾ എന്ത് ചെയ്യുക? ഓരോ വാല്യൂസ് കൊടുക്കുക, വേരിയബിൾസിനെ അതേപോലെ നിർത്തിക്കൊണ്ട്. ഇസ്ന്റ് ഇറ്റ്? അപ്പോൾ അതാണ് നമ്മുടെ അടുത്ത ജോലി. അപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ഇക്വേഷൻ തീർച്ചയായിട്ടും എല്ലാവരും കാണുന്നുണ്ട്. ഇതാണ് നമുക്ക് കിട്ടിയ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷനിൽ രണ്ട് ആൾക്കാർ ഒഴികെ ബാക്കിയെല്ലാം കോൺസ്റ്റൻ്റ് ആണ്, രണ്ട് ആൾക്കാർ വേരിയബിൾ ആണ്. 2 pi m k അതെല്ലാം കോൺസ്റ്റൻ്റ് ആണ്. ചാർജ് അതും കോൺസ്റ്റൻ്റ് ആണ്, എച്ച് അതും കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ രണ്ട് വേരിയബിളേ ഉള്ളൂ. അവർ നമ്മൾ തൊടാതെ ബാക്കിയുള്ള എല്ലാവർക്കും എന്ത് ചെയ്യാം? നമുക്ക് വാല്യൂസ് കൊടുക്കാം. അങ്ങനെ വാല്യൂസ് കൊടുക്കുമ്പോൾ യു ക്യാൻ സീ വാട്ട് വി ഗെറ്റ് അൾട്ടിമേറ്റ്ലി. എനർജി ഓഫ് എൻ ഇലക്ട്രോൺ present in nth orbit. Energy of an electron present in nth orbit is equal to minus 2.18 into 10 raised to minus 18 joule per atom. Okay, so minus 2.18 into 10 raised to minus joule per atom. ബട്ട് ഈ ജൂൾ പെർ ആറ്റം എഴുതുന്നതിന് മുന്നേ നമുക്കിനി രണ്ട് വേരിയബിൾസും ഉണ്ട്. അപ്പോൾ അവരെയും കൂടെ നമുക്ക് എഴുതാം. z സ്ക്വയർ ഡിവൈഡഡ് ബൈ n സ്ക്വയർ, ഓക്കെ, ജൂൾ പെർ ആറ്റം. ഇതാണ് ആദ്യത്തെ വാല്യൂ. ഇതാണ് NCERT തന്നിരിക്കുന്നത്. പക്ഷെ നമുക്ക് ഇതിനോട് അത്ര താല്പര്യമില്ല. നമ്മൾ അറിയേണ്ടത് അടുത്ത രണ്ട് വാല്യൂസ് ആണ്. അതിലേക്ക് നമുക്ക് പോകാം. So what is next? Energy of an electron present in nth orbit is equal to minus 13.6 z square divided by n square eV per electron volt. Okay, electron volt per atom. So what is next? Minus 13.6 z square by n square electron volt per atom. Similarly, what is again one more equation? We can write minus 1312 z square divided by n square kilojoule per mole. Kilojoule per mole. ഈ മൂന്ന് ഇക്വേഷൻ, മൂന്ന് വാല്യൂസ്, ഇത് മൂന്നിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇത് രണ്ടും. ഓക്കെ, ഇത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ മനസ്സിലുണ്ടാകണം. ഇസ്ന്റ് ഇറ്റ്? നമുക്കവിടെ പോയി ഡിറൈവ് ചെയ്ത് കൊണ്ടുവരാനും പറ്റത്തില്ല. ഈ വാല്യൂസ് നമ്മുടെ മനസ്സിൽ ബൈ ഹാർട്ട് ചെയ്യേണ്ട കാര്യമാണ്. ഇസ്ന്റ് ഇറ്റ്? അപ്പോൾ അത് നിങ്ങൾ മനസ്സിൽ വെക്കുക. ഇതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ? പ്രോബ്ലംസ് ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളൂ. ഇസ്ന്റ് ഇറ്റ്? ഇവിടെയും നോക്കൂ, നമ്മളൊരു പ്രോബ്ലം തന്നുകൊണ്ട് ഇത് ഇന്നത്തെ നമ്മുടെ ക്ലാസ് അവസാനിപ്പിക്കാം. വേറൊന്നുമില്ല, ക്വസ്റ്റ്യൻ ഈസ് വെരി സിമ്പിൾ. കാൽക്കുലേറ്റ് എനർജി ഓഫ് ഫസ്റ്റ് ഓർബിറ്റ് ഓഫ് hydrogen. Comment your answer. Okay, so that's all for today. Okay, thank you then. See you tomorrow.